ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ച് നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. എന്നിട്ട് പച്ചമുളക് നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ വേണം. ഞാനിവിടെ ഒരു 9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് എത്രയാണോ നോക്കിയിട്ട് എടുക്കാം. പിന്നെ 15 ചെറിയുള്ളി വേണം, 15 വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില. പിന്നെ ചെറിയുള്ളി തന്നെ എടുക്കാൻ നോക്കണം, അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇനി നമ്മൾ ഈ പച്ചമുളക് ആദ്യം ഒന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഇടികളിൽ വെച്ചിട്ട് ഇടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇല്ലെങ്കിൽ മാത്രം മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഒരുപാടങ്ങ് പേസ്റ്റ് ആക്കണ്ട, ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്താൽ മതി. പച്ചമുളക് മാത്രമാണ് നമ്മളിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇടിച്ചെടുക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചിട്ടിട്ടാണ് ഇടിച്ചെടുക്കുന്നത്. അതായത് വെളുത്തുള്ളി, ചെറിയുള്ളി, കരിവേപ്പില, ഇത് ഇത്രയും കൂടിയിട്ട് വീണ്ടും ഒന്ന് ഇടിച്ചെടുക്കാം. ഇടിച്ചെടുത്തു. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം, അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഏത് ഓയിൽ വെച്ചിട്ടും ഉണ്ടാക്കാം. ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറിയുള്ളി, കരിവേപ്പില, ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം വേണം നമ്മൾ പച്ചമുളകും കൂടി ചേർക്കാനായിട്ട്. പച്ചമുളക് ആദ്യം തന്നെ ചേർക്കരുത്. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. വേറെ ഒരു പൊടികളും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഒരു 4 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മളിത് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കരുത്, ഇങ്ങനെ തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതാണ്. നന്നായിട്ട് തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ തന്നെ കണ്ടില്ല, നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പാകത്തിന് വെന്തിരിക്കണം, ഒരുപാട് അങ്ങ് ഉടഞ്ഞ് പോരുത്, അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം, അതല്ലെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, അങ്ങനെയും ടേസ്റ്റിയാണ്. തേങ്ങ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്ത് ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല, 2 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.